വായിച്ചു കേൾക്കുന്നത് വിശുദ്ധ എവൻഗേലിയൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ കർത്താവിൻ്റെ രക്ഷാകരമായ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വേദഭാഗമാണ്. വീണ്ടും 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ലധികം ആളുകളെ പരിപോഷിപ്പിക്കുന്ന മനോഹരമായിരിക്കുന്ന വേദഭാഗമാണ് ധ്യാന വിഷയം. വിശുദ്ധ ലൂക്കോസ് സുവിശേഷകൻ ഭംഗിയായി ഈ ഭാഗത്തെ എഴുതി വയ്ക്കുമ്പോൾ കർത്താവ് തമ്പുരാൻ്റെ അടുക്കിലേക്ക് ശിഷ്യന്മാർ കടന്നു വന്നിട്ടാണ് പറയുക, ഇതാ ഈ കൂടി വന്നിരിക്കുന്ന ആളുകളൊക്കെ പിരിച്ചുവിടാനായിട്ട് സമയമായി. കാരണം അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ നല്ലത് അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഇവിടെ അവർക്ക് മറുപടിയായി കർത്താവ് പറയുന്നതാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവുമായി ഈ വേദഭാഗത്തെ ഒന്ന് ബന്ധപ്പെടുത്തി നോക്കിക്കേ. കർത്താവ് തമ്പുരാൻ്റെ അടുക്കൽ ഇത്രയും അധികം ആളുകൾ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഭക്ഷിപ്പാനായി കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ചിന്ത നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കേണ്ടവരായിരുന്നില്ലേ ഈ ശിഷ്യന്മാർ? പക്ഷേ അതൊന്നും അവർ ചിന്തിക്കാതെ അവർ എളുപ്പവഴി നോക്കുകയാണ്. എന്താണ് എളുപ്പവഴി? അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം എന്നുള്ളതിനേക്കാൾ എളുപ്പമാണ് അവർ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ മതി. ഇനി ഇവിടെ നിർത്തിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഭേദം നമുക്ക് നമ്മുടെ ഭാഗം ക്ലിയറാക്കി അവരെ പറഞ്ഞയക്കാം. അവിടെയാണ് കർത്താവ് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞയക്കാനല്ല, അവർക്ക് ഭക്ഷിക്കാൻ നമ്മളായിട്ട് കൊടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ എന്തേ ഉത്സാഹിക്കാത്ത എന്നൊരു ധ്വനി ഈ ചോദ്യത്തിനുള്ളിലല്ലേ? പ്രിയപ്പെട്ടവരെ, പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നമ്മൾ കൈ കഴുകുന്നവരാണ്. ഒരു പീലാത്തോസിൻ്റെ മനോഭാവം നമുക്കും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും ഞാൻ തലകെടുത്തേണ്ട കാര്യമില്ല. ഇതിനകത്തേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പോയാൽ ചിലപ്പോൾ അതിൻ്റെ തലയിലാവാൻ വഴിയുണ്ട്. അതുകൊണ്ട് പതുക്കെ ഒന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഒഴിഞ്ഞു മാറുക. റോട്ടിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ എല്ലാവരും അവിടെ വട്ടം കൂടിയിരുന്നിട്ട് പറയും, വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, വേഗം കൊണ്ടുപോകും, ആംബുലൻസ് വിളിക്കുക, ഇങ്ങനെ പറയുന്നതല്ലാതെ വേഗത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. ഓടി വരിക, വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കുക, മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ സ്വയം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നല്ല സ്വഭാവത്തിനുടമയായി നമുക്കും തീരണ്ടേ? നമ്മുടെ കുടുംബജീവിതത്തിലാണെങ്കിലും പലപ്പോഴും മക്കൾ വഴിതെറ്റി പോകുമ്പോൾ മാതാപിതാക്കന്മാരുടെ ഇടയിലുള്ള ഏറ്റവും വലിയ സംസാരം എന്താ? നിൻ്റെ കുഴപ്പം കൊണ്ടാ, നിൻ്റെ കുഴപ്പം കൊണ്ടാ. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കാൻ നമുക്ക് കഴിവുണ്ട്, സ്വയം ഏറ്റെടുക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്രിസ്തു കൃത്യമായി നമ്മളോട് പറയുന്നു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. ഒഴിഞ്ഞു മാറാനല്ല, ഉത്തരവാദിത്തങ്ങളെ ഭംഗിയോടെ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ആമേൻ.